ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ദിവ്യ അശോക്. നമ്മൾ കേരള PSC UPSC എക്സാമുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വേർഡിനെ തന്നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ബയോ ആൻഡ് ഡൈവേഴ്സിറ്റി. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ് ബീയിങ്സ് ആണ്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ, ഒരു പ്രദേശത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവിങ് ബീയിങ്സ് ഒന്ന് ചേർന്ന് കാണുന്നു. പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു അസോസിയേഷനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തിൽ നിന്നും മറ്റൊരു പ്രദേശത്തിലേക്ക് മാറുന്തോറും ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി പലതരത്തിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു പ്രദേശത്ത് ഇപ്പം ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന മഴക്കാടുകൾ, അതായത് നമ്മുടെ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ആയിരിക്കില്ല നമുക്കൊരു മരുഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചിട്ട് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കും. ചില പർട്ടിക്കുലർ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇന്ന് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കാരണം നാശത്തിന്റെ വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന് ഭയങ്കരമായിട്ടുള്ള ഡിഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പറയുന്ന ഡീഗ്രേഡിംഗ് ഫാക്ടേഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഈ ഡീഗ്രേഡിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തേതായിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, രണ്ടാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡീഫോറസ്ട്രേഷൻ ആണ്, അതായത് വനനശീകരണം. മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. നമ്മൾ തന്നെ ചെയ്യുന്ന മനുഷ്യൻ ഇൻഡ്യൂസ്ഡ് ആണ്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. ആന്ത്രോപോജനിക് എന്ന് പറയും, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ്. പിന്നീട് നമുക്ക് വരുന്നത് അൺഓതറൈസ്ഡ് ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ആണ്. അനധികൃതമായിട്ടുള്ള കാലിമേക്കലും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടലും. ഇതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഒന്ന്, ആ ഒരു പ്രദേശത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള വെജിറ്റേഷൻ കവർ നഷ്ടപ്പെടുന്നു. അവിടെ കണ്ടുവന്നുകൊണ്ടിരുന്ന, കാലങ്ങളായി നൂറ്റാണ്ടുകളായി അവിടെ കണ്ടുവന്നുകൊണ്ടിരുന്ന, അവിടെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങള്, പലതരത്തിലുള്ള അല്ലാതെ തന്നെ ഉണ്ടായിരുന്ന മരങ്ങള്, ചെടികള്, പായലുവർഗ്ഗങ്ങള്, ഇതെല്ലാം അവിടുന്ന് ഇല്ലാതെയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ചെടികളെയും മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, ഇത് മൃഗങ്ങളെയും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്? ആനിമൽസിന് ഈ ചെടികളൊക്കെ ഇല്ലാതായി അവിടുത്തെ ഒരു പാറ്റേൺ ഒക്കെ മാറി, അവിടുത്തെ വെജിറ്റേഷൻ കവറും ലാൻഡ് പാറ്റേണും ഒക്കെ മാറുന്ന അനുസരിച്ചിട്ട് അവിടുത്തെ ജീവികൾക്ക് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ എൻഡമിക് ആയിട്ട് കാണപ്പെടുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും അത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നു. എൻഡമിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിനെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും അവ അവിടെ കഴിയുന്നത്. ആ ഒരു പ്രദേശത്തായിരിക്കും അവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒരു പ്രദേശത്ത് ലോക്കലായിട്ട് കാണപ്പെടുന്ന, ധാരാളമായി കാണപ്പെടുന്ന പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെയാണ് നമ്മൾ എൻഡമിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവയ്ക്ക് അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുകയും കാലക്രമേണ ഡിനോസറുകൾക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഇവ എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ഒരു ഐഡിയയിലൂടെ നമ്മളിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് 1988 നോർമൻ മേയേഴ്സ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഇതൊരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡമിക് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ആൻഡ് ആനിമൽ സ്പീഷീസ് ധാരാളം ഉണ്ടാവുകയും നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേഷൻ കവറിന് ഈ പറയുന്നത് പോലെ ഗണ്യമായ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കാം ഇപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? കൺസർവേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന, കൺസർവേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവർ ഐഡന്റിഫൈ ചെയ്യുകയും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്? രണ്ട് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തേതായിട്ട് ഈ ഒരു പ്രദേശത്ത് 1500-ലധികം വാസ്കുലാർ പ്ലാന്റ് സ്പീഷീസ് ഉണ്ടായിരിക്കണം. എൻഡമിക് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ് സ്പീഷീസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേതായിട്ട് ഈ ഒരു പ്രദേശത്തിന്റെ നാച്ചുറൽ വെജിറ്റേഷൻ കവർ എന്ന് പറയുന്നത് ഏകദേശം 70% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രദേശത്തിനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇന്ത്യക്ക് പ്രധാനമായിട്ടും 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്.
ഒന്നാമത്തേതായിട്ട് ഹിമാലയ, രണ്ടാമത്തേത് ഇൻഡോ ബർമ, മൂന്നാമത്തേത് വെസ്റ്റേൺ ഘട്ട് ആൻഡ് ശ്രീലങ്ക, നാലാമത്തേത് നിക്കോബാർ ഐലൻഡിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന സുന്ദാലാൻഡ്. ഇങ്ങനെ 4 നമുക്ക് പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളായിട്ട് ഉള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞത് അത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.